ആദ്യ പുരുഷു ഒരു പാവം VFX മനുഷ്യന്റെ കഥ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അത് വല്ലാത്തൊരു കഥയാണ്. ആദ്യ പുരുഷു റിലീസിന് ശേഷം നമ്മുടെ പ്രഭാസ് ഇതിന്റെ ഡയറക്ടറായ ഓമിനെ റൂമിന്റെ അകത്തിട്ട് ഇടിച്ചു എന്നൊക്കെയുള്ള വാർത്ത വന്നിരുന്നു. അതുകൊട്ടെ പടം തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ ഡയറക്ടർ ഹനുമാന് സീറ്റ് ഒഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അത് പുള്ളി ചുമ്മാ പറഞ്ഞാണെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ പടത്തിന് പോയത്. പക്ഷെ അത് സത്യമായിരുന്നു. ഹനുമാൻജിക്ക് ഇഷ്ടമുള്ള സീറ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടി തിയേറ്ററിലെ എല്ലാ സീറ്റും ഒഴിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ പടം തുടങ്ങിയപ്പോ തന്നെ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഞങ്ങൾ കയറിയത് രാമായണം സ്റ്റോറി ആക്കിയ പടത്തിനല്ല, DC യൂണിവേഴ്സിലെ ഒരു പടത്തിനാണ്. പിന്നെ ബാർബർ ഷോപ്പിൽ നിന്നും ഏതോ ബായിക്കട്ടും വെട്ടി നേരെ ഇറങ്ങി വരുന്ന നമ്മുടെ വില്ലൻ സൈഫ് അലി ഖാൻ. പുള്ളി പോയി കടുത്ത മഞ്ഞിൽ കുത്തിയിരുന്ന് ദാനിക്കുമ്പോൾ ഒരപ്പൂപ്പൻ വന്ന് എണീച്ച് വീട്ടിൽ പോടർക്കാന്ന് പറയും. അപ്പൊ സൈഫ് അലി ഖാൻ തനിക്ക് മരിക്കാതിരിക്കാനുള്ള ഒരു വരം വേണമെന്ന് പറഞ്ഞ് വെള്ളം ഉണ്ടാക്കും. അറ്റ് ലാസ്റ്റ് ദാറ്റ് അപ്പൂപ്പൻ പുള്ളിക്ക് ആ വരം കൊടുക്കും. വരം കിട്ടിയപ്പോ തന്നെ മുട്ട വിരിഞ്ഞ് കോഴിക്കുഞ്ഞ് മഞ്ഞ പോലെ സൈഫ് ബായിക്ക് കുറെ തല പൊട്ടി വരും. പിന്നെ കാണിക്കുന്നത് നരസിംഹം കണ്ട് ഭ്രാന്തായി അതുപോലത്തെ ഇൻട്രോ എടുക്കാൻ വേണ്ടി കുളത്തിന്റെ അടിയിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന പ്രഭാസിനെയാണ്. വെള്ളത്തിന്റെ മുകളിലാണെങ്കിൽ വഴി ചോദിക്കാൻ ഏതോ ഒരു യൂണിവേഴ്സിൽ നിന്ന് വഴി തെറ്റുവന്ന ഗോസ്റ്റ് റൈഡേഴ്സിന്റെ ഒരു ഗ്യാങ്ങും ഉണ്ട്. പ്രഭാസ് ഒരു കാര്യമില്ലാതെ ആ പാവങ്ങളെ കമ്പ് ചെയ്ത് കൊല്ലും. പുവർ ഫെലോസ്. അപ്പോൾ എഴുതി കാണിക്കും ആദ്യ പുരുഷു ഒരു പാവം VFX മനുഷ്യന്റെ കഥ. ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി തന്റെ വീട്ടിലിരുന്ന ഗിറ്റാർ വായിക്കാണ് പാവം സൈഫ് ബായി. അപ്പൊ താണ്ട് സൈഡിലെ ഭിത്തിക്കും പുള്ളിയുടെ തല. സൈഫ് അലി ഖാന്റെ പെർ ഹെഡിനാണ് പൈസ എന്ന് തോന്നണം. ഗ്യാപ്പില് പ്രഭാസിന് സൈറ്റ് അടിക്കാൻ പോയ നമ്മുടെ സൈഫ് ബായിയുടെ പെങ്ങളുടെ മൂക്ക് പ്രഭാസിന്റെ അനിയൻ എറിഞ്ഞിടും. അതറിഞ്ഞ സൈഫ് ബായി പ്രഭാസ് മാനെ പിടിക്കാൻ പോകുന്ന ഗ്യാപ്പിൽ നേരെ നിന്ന് പ്രഭാസിന്റെ കാമുകി തട്ടിക്കൊണ്ട് പുള്ളിയുടെ ഗോഡൌണിലേക്ക് വരും. ഇതൊക്കെ അറിഞ്ഞ് കലിപ്പായ നമ്മുടെ പ്രഭാസ് നേരെ സൈഫ് ബായിയെ തീർക്കാൻ പോകും വിത്ത് അനിയനെയും കൂട്ടി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇവർക്ക് പുള്ളിയുടെ ഗോഡൌണിലേക്ക് പോകണമെങ്കിൽ ഈ കടലെടുക്കണം. അതിനുവേണ്ടി ജംഗിൾ ബുക്ക് യൂണിവേഴ്സിൽ നിന്ന് കുറച്ച് ആൾക്കാരെ ഇറക്കും. അതിന്റെ അടുക്ക് ഹനുമാനെ പോലെ ഇരിക്കുന്ന ഇയാളും വരും. പ്രഭാസ് അങ്ങോട്ട് സഹായം ചോദിക്കുമ്പോ ഇവർ ഇങ്ങോട്ട് സഹായം ചോദിക്കും. ചെയ്തു വലിയ ഇടങ്ങേറായാലോ എന്നും പറഞ്ഞ് അവരുടെ പ്രശ്നവും തീർത്ത് പ്രഭാസ് കടലെടുക്കാൻ ചെല്ലും. അപ്പോഴാണ് സാൻഡ്മാനെ പോലെ ഇരിക്കുന്ന വാട്ടർമാൻ പ്രത്യക്ഷപ്പെടും. നിനക്ക് അങ്ങനെ തോന്നിയില്ലേ? എനിക്ക് അങ്ങനെ തോന്നിയതാ. പിന്നൊന്നും നോക്കിയില്ല. കുറെ കല്ലും മണ്ണൊക്കെ വാരിയിട്ട് അതിന്റെ മേലെ കൂടെ അവർ നടന്ന് അക്കരെ എത്തും. സൈഫ് ബായിക്ക് ഒരു മകനുണ്ട്, ഇന്ദ്രജിത്ത്. ഇതല്ല ഇത് സൈഫ് അലി ഖാന്റെ മോൻ തന്നെയാണിതെന്ന് യാതൊരു സംശയവുമില്ല. ആ മുടി കണ്ടില്ലേ, പുള്ളിയെ വരച്ച പോലെ തന്നെയുണ്ട്. അങ്ങനെ പാട്ടൊക്കെ പാടി നമ്മുടെ പ്രഭാസ് ആൻഡ് ഗ്യാങ് അങ്ങ് ഗോഡൌണിന്റെ പരിസരത്തെത്തും. പിന്നെ പൊരിഞ്ഞ യുദ്ധം. അതിന്റെ അടുക്ക് അനിയനെ ഇന്ദ്രജിത്ത് നൈസായിട്ടൊരു കൊത്തു കൊടുക്കും. പുള്ളി ആകെ ഡാർക്കാവും. പിന്നെ അതിന് മരുന്ന് പറിക്കാൻ ഹനുമാനെ പോലെ ഇരിക്കുന്ന ഈ പുള്ളിനെ പറഞ്ഞുവിടും. മരുന്ന് ഏതാണെന്ന് നോക്കിയിട്ട് കിട്ടാതെ പോയപ്പോ പുള്ളി ആ മരുന്നുള്ള മലയപ്പാടി പൊക്കിക്കൊണ്ട് വരും. ഹനുമാന്റെ അതേ സ്വഭാവം തന്നെയാണെന്നാണ് ഈ പുള്ളിക്കും. സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. അങ്ങനെ പിന്നെ അനിയനെ രക്ഷിച്ച് മരിക്കാത്ത വരുമുള്ള സൈഫ് ബായിയെ കാണാൻ ചെല്ലും. എന്നിട്ട് പ്രഭാസണ്ണൻ ഒരു അമ്പ അങ്ങനെ എടുത്ത് കാച്ചും. അപ്പൊ തന്നെ സൈഫ് ബായി വടിയാവും. ഞാൻ മരിക്കൂലെന്നാണല്ലോ ദൂരപ്പൂപ്പൻ പറഞ്ഞു. അതേ സൈഫ് അണ്ണ, അതേ സെയിം അപ്പൂപ്പൻ നമ്മുടെ പ്രഭാസണ്ണനും ഒരു അമ്പ അങ്ങോട്ട് കൊടുത്തായിരുന്നു. അതാ നിങ്ങൾ വടിയായ. ഒന്ന് കരഞ്ഞൂടെ നിനക്ക്? അങ്ങനെ കാമുകയെ രക്ഷിച്ച് എല്ലാവരും ഹാപ്പിയായി പിരിഞ്ഞുപോയി. അസംബ്ലി ഡിസ്പേസ്ഡ്. ഇത് ഏതു ഇത്